welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബ്രഷ് സെറ്റ് വാങ്ങിച്ചിട്ടില്ലായിരുന്നോ, അത് വെച്ചിട്ട് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്രഷ് സെറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ബ്രഷ് സെറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്. ബ്രഷ് എല്ലാം ദേ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ട് പറക്കിയിട്ടേക്കാണ്. കേട്ടോ, അപ്പോൾ ഇതായിരുന്നു ബ്രഷ് സെറ്റ്. ഇതൊരു 6 ബ്രഷ് വരുന്ന ഒരു സെറ്റാണ്. വില വന്നിട്ട് 1000 സംതിങ് ആയിരുന്നു. ബട്ട് ഞാൻ വാങ്ങിച്ചത് 700 സംതിങ്ങിനായിരുന്നു. പിങ്ക് ഫ്രൈഡേ സെയിലിന്. അപ്പോൾ അത് വെച്ചിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇത്രയും ബ്രഷ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോവുക. ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് parvati_makeup എന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ടും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലാഷ് ദിവ ബൈ പാർവതി നന്ദു എന്ന് പറഞ്ഞ പേര് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ആസ് യൂഷ്വൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിൻ പ്രെപ്പിൽ നിന്നാണ്. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോണിംഗ് ആണ്. ടോണറിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തത് ആയുർവേദയുടെ റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് അങ്ങനെ ഇരുന്ന് അത് അബ്സോർബ് ആവും. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്, അതായത് മോയ്സ്ചറൈസിങ്. ഏത് മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണെങ്കിലും, സിമ്പിളാണെങ്കിലും ഇനി എക്സ്ട്രാ ഗ്ലാമർ ലുക്ക് ചെയ്യുകയാണെങ്കിൽ, എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണ്, ഹെവി മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈമിംഗ് ആണ്. പ്രൈമിങ്ങിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്മാഷ്ബോക്സിൻ്റെ പ്രൈമർ വാട്ടറാണ്. എനിക്ക് നോർമൽ അല്ലാത്ത ക്രീം അതിലത്തെ പ്രൈമേഴ്സും യൂസ് ചെയ്യാം. ഇതൊരു 2-in-1 പ്രൈമർ അങ്ങനെ എന്തോ ആണ് സംഭവം കേട്ടോ. നമുക്ക് മേക്കപ്പിൻ്റെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു സ്പ്രേ ആണ്. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഐബ്രോ കിറ്റാണ്. അതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുത്തിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഭയങ്കര ഡാർക്കായിട്ടൊന്നും ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ലുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഐ ബേസ് കൊടുക്കാൻ പോകണം. കാരണം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ലേ കണ്ണിൻ്റെ മേലെ. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് LA ഗേളിൻ്റെ മീഡിയം കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കൺസീലർ ഉണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല, കൺസീലർ അല്ലെങ്കിൽ ഐഷാഡോ പ്രൈമർ വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യുക. ഐഷാഡോ ബേസ് അത് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ഒന്നെങ്കിൽ ഐഷാഡോയുടെ ഏറ്റവും ഏതെങ്കിലും ലൈറ്റ് നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡേഴ്സ് ഉണ്ടാവുമല്ലോ, അത് കോമ്പാക്ട് പൗഡേഴ്സ്, അത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഐഷാഡോസ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഹുദ ബ്യൂട്ടിയുടെ നോട്ടി ന്യൂഡ് എന്ന് പറയുന്ന ഒരു ഐഷാഡോ പാലറ്റാണ്. നമ്മൾ റീസെൻറ്റ് ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ സെയിം പാലറ്റ് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിലൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണറിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഷാഡോ ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണത്തിനൊക്കെ വേണമെങ്കിലും ഒരു ബ്രൈഡിന് വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു ലുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ടുള്ള, അതേസമയം അത്രയും നല്ല ഭംഗിയുള്ള ഒരു ലുക്കാണ്. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഷിമ്മ ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഷിമ്മ ഷെയ്ഡ് ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഷെയ്ഡ്സാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലൈറ്റർ ഷെയ്ഡ് കണ്ണിൻ്റെ റൈറ്റ് സെൻറ്റർ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഏരിയയിൽ ഒരു പിങ്കിഷ് അങ്ങനത്തെ ഒരു ഷിമ്മ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്ത എല്ലാ ബ്രഷസും നമ്മുടെ സ്വിസ് ബ്യൂട്ടി ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ബ്രഷസാണ്. ഐഷാഡോ ബ്രഷസ് ആകെ 2 ബ്രഷ് അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ബ്രഷ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഫുൾ ലുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ജെൽ ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇന്നർ കോർണറിൽ ജസ്റ്റ് ഒരു V പോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫേസാണ് ചെയ്തത്. ഫേസിൽ ഞാനൊരു പീച്ച് കളർ കറക്റ്റർ വെച്ചിട്ട് എൻ്റെ കുറേ കുഞ്ഞു പാടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാണ്, കളർ കറക്ഷൻ ചെയ്യാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കളർ കറക്ഷൻ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അത് വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത സെയിം മീഡിയം ഷെയ്ഡ് വെച്ചിട്ട്
അതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പം ഏകദേശം പകുതി സ്റ്റെപ്പോളം ആയി. ഇനി അടുത്തത് ബേസിൽ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മിലാനിയുടെ ഫൗണ്ടേഷനാണ്, നല്ലൊരു ഫൗണ്ടേഷനാണ്, അത്യാവശ്യം കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്, നല്ലൊരു ഫിനിഷ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. അത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്, സാൻഡ് എന്ന കണ്ടാണ് ഷെയ്ഡ് നെയിം എന്ന് എൻ്റെ വിശ്വാസം. ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് വെച്ചിട്ട് നമ്മൾ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നല്ല ബ്രഷാണ്, അത്യാവശ്യം വർക്ക് ആവുന്നൊരു ബ്രഷാണ്. പക്ഷെ പാക്കുമായിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു ബ്രഷാണ്. ഓക്കെ, ഇങ്ങനെ ഡാബിങ് മോഷനിൽ വേണം നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്, എങ്കിലേ ആ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. സ്പഞ്ചാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യുക, അപ്പം കുറച്ചുകൂടെ നല്ല ഫിനിഷ് കിട്ടും. എനിക്ക് സ്പഞ്ച് അത്രയും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ച് തന്നെ ഈ ഒരു ഫുൾ സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു ബ്ലഷ്, ലിക്വിഡ് ബ്ലഷ്, അത് ക്രീം ബ്ലഷാണ്, ലിക്വിഡ് എന്ന് പറയുമ്പോൾ ക്രീം ബ്ലഷ്, നമ്മുടെ കൺസീലർ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സെയിം ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മീൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ക്രീം പ്രോഡക്റ്റ് യൂസ് ചെയ്ത് പിന്നെ ഒരു പൗഡർ ഇട്ടിട്ട് വീണ്ടും ഒരു ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് അതിൻ്റെ മേലെ ക്രീം പ്രോഡക്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്. അതിന് ശേഷമാണ് ഞാൻ ഈ ബ്ലഷ് അപ്ലൈ ചെയ്തത്. പക്ഷേ ആ ഒരു എടുത്ത വീഡിയോ മിസ്സായിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ബ്ലഷ് അപ്ലൈ ചെയ്തത്. അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് സ്മാഷ് ബോക്സിൻ്റെ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലൊരു ഷെയ്ഡാണ്, മാത്രമല്ല ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നെയിമൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ, എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൈൻ ചെയ്തോളൂ. ഇത് തലതിരിച്ചാണ് ചെയ്യണം, പക്ഷേ നല്ല ഭംഗിയാണ്, അത് ഫിനിഷിങ് ഭയങ്കര രസമാണ്. ജസ്റ്റ് അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി കിട്ടും. അപ്പം ഏകദേശം നമ്മുടെ ലുക്ക് കംപ്ലീറ്റായി. അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഐലൈനറോ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതിന് പകരം ജസ്റ്റ് ഐഷാഡോ വെച്ചിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഐഷാഡോ നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ബ്രൗൺ ഷെയ്ഡാണ് കണ്ണിൻ്റെ അടിയിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റായി വരുന്നു. ഇങ്ങനത്തെ മേക്കപ്പ് ലുക്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ ഒന്ന് കോമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതുപോലത്തെ ലുക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. ഞാൻ ജസ്റ്റ് ഫിനിഷിങ് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുട്ടേജും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും മിസ്സായി. ഓക്കെ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന, ഇത്രയും സ്റ്റെപ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കണമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ലുക്സ് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ വന്നിട്ടൊന്ന് കോമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇതുപോലെ ലുക്സ് ഇനിയും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.